ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റ് സെഷനാണ്. സോ ഈ ഒരു പോഡ്കാസ്റ്റ് ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തത് എന്നോട് ഒത്തിരി പേര് മെസ്സേജ് ചേച്ചി ഇതിനെപ്പറ്റി ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് ഓക്കെ ഇത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ലെറ്റ് ഗോ സംവൺ ആൻഡ് മൂവ് ഓൺ. ഓക്കെ, ഇതെല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേഷൻഷിപ്സ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തൊരു റിലേഷൻഷിപ്പിലുള്ളവർക്കായാലും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു ലെറ്റ് ഗോ സംവൺ എന്ന് പറയുമ്പോൾ ലിറ്ററലി ഇതിൽ പല റീസൺസ് ഉണ്ട് ഇതിൽ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. മേ ബി അത് മ്യൂച്വൽ ഒരു റെസ്പെക്റ്റിൽ നിങ്ങൾ നിർത്തുന്നതായിരിക്കാം, ചിലത് ചീറ്റിംഗ് കേസസ് ആയിരിക്കാം, ചിലത് ഫാമിലി ഇഷ്യൂസ് കാരണം ലൈക്ക് സെപ്പറേറ്റഡ് ആവുന്നതായിരിക്കും. അങ്ങനെ പല റീസൺസ് ഉണ്ട്. സോ എത്രയൊക്കെ റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് കുറച്ചും കൂടെ സിൻസിയറായിട്ട് സ്നേഹിച്ച ഒരാൾക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ടാവും അല്ലേ. ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്ര ഈസിലി നമുക്കത് ഓവർകം ചെയ്യാനും പറ്റില്ല, അത് മ്യൂച്വലി ആയാലും അൺമ്യൂച്വലി ആയാലും അല്ലേ. സോ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ലൈക്ക് നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അതെല്ലാവരും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആ ബ്രേക്ക് ചെയ്ത റിലേഷനിലേക്ക് പിന്നെയും തിങ്ക് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ഒരു പാച്ചപ്പിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ യു ആർ ചൂസിങ് പീസ് ഓവർ പെയിൻ. ഓക്കെ, നിങ്ങൾ ആ ഒരു വേദനയ്ക്ക് മുകളിലായിട്ട് നിങ്ങൾ സമാധാനം ഇല്ലാണ്ടാക്കുകയാണ് അവിടെ. സോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നർ പീസിനെ പറ്റി. സോ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സമാധാനം തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത്. സോ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്കത് ഓക്കെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കാൻ റെഡി ആയതുകൊണ്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ തന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാനാണ്. മേ ബി അവർ ഒരു പാച്ചപ്പ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അവരുടെ ക്യാരക്ടർ എന്താണോ അത് പിന്നെയും അവർ കാണിക്കില്ലേ. ഇതിൽ നിന്ന് ലിറ്ററലി മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് അയാൾ എന്താണ് ചെയ്തതെന്ന് ഫസ്റ്റ് ആലോചിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലിയർ ഡെഫിനേഷൻ കിട്ടാനായിട്ട് നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഒരു എഴുതാം, പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതാം നിങ്ങളോട് അയാൾ എന്താണ് ചെയ്തത്. ദെൻ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഫീൽ ചെയ്തത്. അത് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു പേഴ്സൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നല്ലതാണോ, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പെയിൻ തരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പിന്നെ അതിലേക്ക് മാക്സിമം പോവാണ്ടിരിക്കുക, കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് ഫോർഗിവ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാൻ എന്നോട് ക്ഷമിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ പല റീസൺസ് കൊണ്ടായിരിക്കാം നിങ്ങൾ അയാളുടെ അടുത്തേക്ക് പോയത് അല്ലെങ്കിൽ ആ റിലേഷൻ അവസാനിക്കുന്നത്. ലൈക്ക് അയാളുടെ മാത്രം തെറ്റാണെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം, ചിലപ്പം ലൈക്ക് ചിലർ റിലേഷൻ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇമോഷൻസ് കറക്റ്റ്ലി നിങ്ങൾ ഡെലിവറി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാകും. നിങ്ങൾ റിലേഷൻ എൻഡ് ചെയ്യാൻ മേ ബി രണ്ടുപേരും കാരണക്കാരായിരിക്കാം അല്ലേ. സോ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. കാരണം ലൈക്ക് നിങ്ങളിലേക്ക് ഒരു സങ്കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു 30-40% റീസൺ അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തത് കൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നത്. ഓക്കെ, ഒരു ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ്. സോ അതിന് ആ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കുക. അതായത് നമുക്കൊരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ചിലർ ജിമ്മിൽ പോവും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് അവിടെ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് സ്ട്രോങ് ആക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നല്ല നല്ല ബുക്സ് ഇഷ്ടം പോലെ ലൈക്ക് നമ്മളെ കുറച്ചുകൂടെ സെൽഫ് കോൺഫിഡൻസ് ആക്കുന്ന ഈ പെയിൻ ഡിക്രീസ് ചെയ്യിക്കുന്ന ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. സോ ആ ബുക്സ് എല്ലാം വായിക്കാം. സെൽഫ് കോൺഫിഡൻസ് സെൽഫിനോടുള്ള ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, ആ ബുക്സ് എല്ലാം വായിക്കുക. അതുപോലെ തന്നെ പുതിയ ശീലങ്ങൾ, പുതിയ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പുതിയ ലൈഫ് സ്റ്റൈൽ പുതിയത് എന്ന് പറയുന്നത് ചീത്ത ശീലങ്ങളല്ല. ഓക്കെ, നല്ല ശീലങ്ങൾ ലൈക്ക് ഇപ്പോൾ
നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ക്വാളിറ്റി ടൈം, നല്ല നല്ല ട്രിപ്സ് പോവുക. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഫാമിലിനോട്ട് ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. കാരണം ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചീത്തയാണെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഓക്കെ, സോ നമ്മൾ അവരോട് നല്ല രീതിയിൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അവരൊരു കെയർ, അവരൊരു ലവ് തരും. സോ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ആ ഒരു ലോൺലിനെസ് ഉണ്ടാവില്ല. സോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകും. നമുക്ക് ലൈക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്, നമ്മളെ സ്നേഹിക്കാനും നമ്മൾ നോക്കാനും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു നമ്മളെന്തിനാണ് അവരുടെ അടുത്തേക്ക് പോകുന്നതെന്നുള്ളൊരു ചിന്ത വരും അല്ലേ. സോ നിങ്ങൾ ഈ ഒരു ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നല്ലൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട്. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ആക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് മൂവ് ഓൺ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു ടൈമിൽ നമ്മൾക്ക് സക്സസ് ആവണം, ആ ഒരു കോൺഫിഡൻസ് ഹൈ ലെവലായിരിക്കും. കാരണം നമ്മൾ അത്രയും ബ്രേക്ക് ഡൗണിൽ നിൽക്കുമ്പോൾ ഓക്കെ നമുക്കും ജീവിച്ച് കാണിക്കണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് വരുമ്പോൾ ആ ഒരു മൈൻഡിൽ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാഷൻ അതെന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഇതുപോലെ തന്നെ പോലെ കോണ്ടൻറ് ക്രിയേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഡ്രോയിങ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഇതിൽ സക്സസ് ആവാൻ സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നല്ലൊരു നിലയിലേക്ക് കാണിക്കാം എന്നൊക്കെയുള്ളൊരു ഇത് വരുമ്പോൾ അത് ഇൻറ്റൻഷനലി പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, ആര് പോയാലും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മതി. ഓക്കെ, അതിനപ്പുറത്തേക്ക് ആരുണ്ടായാലും ആരില്ലെങ്കിലും ഒരുപോലെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ള തോട്ട്സ് ഷെയർ ചെയ്യുക, എൻ്റെ അടുത്ത് കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.